ഒരു കോളിയാസ് ചെടി കവറിൽ വെച്ച് വേര് പിടിപ്പിച്ചാണ്. ചെറിയ കൂടായിരിക്കും കിട്ടിയിരിക്കുന്നത് കണ്ടോ. നമുക്ക് ചെടിച്ചട്ടികളിലൊക്കെ അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നമുക്ക് എടുക്കാം. കവറിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെടി കളയാതെ നമുക്ക് നിലത്തോട്ട് നടണം. നിലത്തോട്ട് നടന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ കവറ് പതുക്കെ കീറിക്കളയാം. ഇതുണ്ടോ, മണ്ണൊന്നും അനങ്ങുന്നില്ല. ഇങ്ങനെ പതുക്കെ പതുക്കെ ശ്രദ്ധയോടെ വേണം കേട്ടോ. സ്പീഡ് ചെയ്യരുതേ, പതുക്കെ ചെയ്യാം. ഇവിടെ മണ്ണതേ ഇവിടെ തന്നെ നിൽക്കുന്ന വേരുകളും കാണാം. ഇത് കവറ് പതുക്കെ പതുക്കെ ഇച്ചിരി സമയം എടുത്ത് വേണം ചെയ്യാം. ശ്രദ്ധയോടെ ചെയ്തെങ്കിൽ കിട്ടുമല്ലോ. വേരുകൾ ചെടിയുടെ കാണാൻ വീണ്ടും വീണ്ടും കാണാം വേരുകൾ. ഈ കവറ് പതുക്കെ പതുക്കെ വലിച്ച് കളയുന്നു. എന്താ അതേ ശ്രദ്ധയോടെ ആ കവറിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നിൽക്കുന്നത് കേട്ടോ. അടിവശം വരെ നമ്മുടെ ചെടിയുടെ വേര് വന്ന് സമൃദ്ധമായ വേര് പടലം ഇതാ അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ചെടി നമ്മൾ എടുത്തിരിക്കുന്നു. ഇത് ഭംഗിയാന്ന് നോക്കിയേ ഇത് കാണാൻ. പക്ഷേ ഇത് ഇങ്ങനെ അധികം നാൾ നിർത്തിയാൽ നിൽക്കില്ല. ഇതിന് നമുക്ക് നിലത്തോട്ട് നടാം. അതല്ല ഈ വലിയ ചെടിച്ചട്ടികൾ നടണം. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് നിലത്തോട്ട് നടുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് താഴോട്ട് വേരൊക്കെ നീണ്ടു പോകുന്നു. ഇലകൾ നല്ല ഭംഗിയായിട്ട് അതിൽ കൂമ്പ് വന്നിരിക്കും. പക്ഷേ ഒരു കുറവുണ്ട്, വളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ വളമൊക്കെ കിട്ടിയെങ്കിൽ നന്നായി വളർന്നു വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിലത്തോട്ട് നടുന്നത്. അല്ലെങ്കിൽ വലിയ ചെടിച്ചട്ടിയിൽ വലിയ കവറിൽ വെക്കണം. ഇനി നിലത്തോട്ട് നടുകയാണ്. ഈ മണ്ണ് കളയാതെ പൊട്ടിച്ച് കളയാതെ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിങ്ങനെ തന്നെ നമുക്ക് വെക്കാം. എന്നിട്ട് ബാക്കി മണ്ണിട്ട് മൂടുക. നല്ല വെയിലത്ത് നിൽക്കേണ്ട ചെടിയാണ്, വേറെ വെയിൽ നോക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇത് നോക്കി നമ്മൾ മണ്ണിട്ട് നന്നായിട്ട് മൂടുക. അതാ ഇത്രയും മതി. ഇനി ഈ ചെടി നന്നായിട്ട് തഴച്ചു വളരും. മണ്ണിന് വളമുണ്ടെങ്കിൽ ഒരു വളവും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. വളക്കുറവുള്ള മണ്ണാണെങ്കിൽ നമ്മൾ വേണ്ടുന്ന വളം എന്താണെന്ന് ഇട്ട് കൊടുക്കുക ചെടിക്ക്.